ത്രിയേകദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ കാഞ്ഞിരമറ്റം സെൻറ്റ് ഇഗ്നേഷ്യസ് പള്ളി ഇടവകാംഗവും 1953 വൈദിക വട്ടം സ്വീകരിച്ച് ഫെബ്രുവരിയിൽ പള്ളിയിൽ ചാർജ് എടുത്തു. ആദ്യ കുർബാനയിൽ അന്ന് ഒരു യാക്കോബ് കത്തനാറെന്നും പറഞ്ഞ്, കാഞ്ഞിരക്കാട് യാക്കോബ് കത്തനാറെന്നും പറഞ്ഞൊരു വലിയച്ഛനായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി പള്ളി ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പട്ടം തന്ന അന്നത്തെ പൗലൂസ് മാർ സേവറിയോസ് തിരുമേനി എന്നെ മലബാർ ഭദ്രാസനത്തിൽ ഓഞ്ഞിൽ പള്ളിയിൽ അയച്ചു. 9 വർഷം അവിടെ ജോലി ചെയ്തതിന് ശേഷം തിരിച്ച് ഇവിടെ വന്നു. 58 സഭ യോജിപ്പുമായി. 2 ചേരി ഉണ്ടായിരുന്ന യോജിപ്പായി. അത് കഴിഞ്ഞ് എന്നോട് കണിയാമ്പറമ്പിലച്ഛൻ പറഞ്ഞയച്ച ഒരാൾ വന്ന് പറഞ്ഞ അനുസരിച്ച് ഞാൻ ജ്ഞാനായ ഭദ്രാസനത്തിൽ ക്ലീമീസ് തിരുമേനയുടെ കീഴിൽ തിരുവമ്മണ്ടു പള്ളി ചാർജ് എടുത്തു. അവിടെ 6 വർഷത്തോളം ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ക്ലീമീസ് തിരുമേനി എന്നെ വിളിച്ചു പറഞ്ഞു, യൂഹാനോൻ സേവേറിയോസ് തിരുമേനി കൊച്ചി ഭദ്രാസനത്തിലേക്ക് അച്ഛനെ അയക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛൻ ഉൾക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് തിരുമേൻ്റെ അടുത്ത് ചെന്നപ്പോൾ എന്നെ ഫോർട്ട് കൊച്ചി സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾസ് പള്ളിയിലും മട്ടാഞ്ചേരി സെൻറ്റ് ജോർജ് പള്ളിയിൽ ആയിട്ട് ചാർജ് ചെയ്ത് വികാരിയായിട്ട് നിയമിച്ചു. അവിടെ 9 വർഷത്തോളം നിന്നു. അപ്പോൾ തിരുമേനി എന്നെ കട്ടിളപ്പൂവൻ പള്ളിയിലേക്ക് അയച്ചു. തൃശ്ശൂർ കിഴക്ക് കട്ടിളപ്പൂവൻ പള്ളിയിലേക്ക്. അവിടെ 3 വർഷം നിന്നു. പള്ളിയിൽ വ്യവഹാരം തുടങ്ങി. അത് 76 തുടങ്ങി. 1976 മുതൽ പള്ളിയിൽ ചേരിതിരിവും വ്യവഹാരവും തുടങ്ങി. അത് കൊണ്ട് പ്രയോജനം ഉണ്ടായില്ല, ആ വ്യവഹാരം കൊണ്ട്. പിന്നെ യുവാനൻ സേവറിയോസ് തിരുമേനി അച്ഛൻ പോയി ചാർജ് എടുത്ത് പള്ളിക്കാര്യം നോക്കണമെന്നും പറഞ്ഞയച്ചു. അപ്പോൾ പുളിമൂട്ടിൽ പൗലൂസിയേട്ടനെ 1ാം വാദിയും വില്യത്തുറൈ സുരേഷ് 2ാം വാദിയായിട്ട് വ്യവഹാരം തുടങ്ങി നമ്മൾ. അത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കെ തിരുമേനി കാലം ചെയ്തു. പിന്നെ ചാർജ് അന്തോനിയോസ് തിരുമേനി എടുത്തു. 1997 മുതൽ സ്ഥിരം വികാരിയായിട്ട് തിരുമേനി എന്നെ നിയമിക്കുകയും ഞാൻ ചാർജ് എടുക്കുകയും ചെയ്തു. അത് റിട്ടയർ ചെയ്യുന്നത് വരെ 23 കൊല്ലം വികാരിയായി. 23 വർഷത്തിന് ശേഷം പള്ളി കേസ് നമുക്ക് ഗുണമായിട്ട്, ഓർത്തഡോക്സിന് ഗുണമായിട്ട് വിധിക്കുകയും സമാധാനാന്തരീക്ഷം ഉണ്ടാകുകയും ഇപ്പോൾ 4 ആഴ്ചയിൽ ഓർത്തഡോക്സ് ഭാഗം തന്നെ പള്ളിക്കർമ്മങ്ങൾ നടത്തുകയും ചെയ്യുന്നു. 97 മുതൽ ചാർജ് എടുത്ത് പൂർണ്ണമായിട്ടും കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ
അത് ഇടവക പാത്രികീസ് വിഭാഗത്തിൻ്റെ ധിക്കാരപരമായ ഭീഷണികൾ ധാരാളം ഉണ്ടായി. അത് ഒരു പെരുന്നാളിന് എൻ്റെ വീതമായിരുന്നു. അന്ന് പെരുന്നാൾ നടത്തിക്കാതെ ബലമായിട്ട് പ്രദക്ഷിണം കാഞ്ഞിരക്കാട്ട് ജോണച്ചനെ കൊണ്ട് ഇറക്കിച്ച് കൊണ്ടുപോയി. പ്രദക്ഷിണം പോയി ചുറ്റിക്കറങ്ങി എൻ്റെ വീടിൻ്റെ നേരെ വന്നപ്പോൾ അച്ഛൻ ബോധം കെട്ട് വീണു. അവിടെ നിന്ന് പിന്നെ ചാത്തത്തച്ഛൻ പോയി പ്രദക്ഷിണവും കൊണ്ടുപോയി. അത് സംബന്ധിച്ച് ഞാൻ പോലീസിൽ പരാതിപ്പെടുകയും പിറ്റേ ദിവസം പോലീസ് വന്ന് അത് വേണ്ട രീതിയിൽ ക്രമീകരിക്കുകയും ചെയ്തു. പിന്നെയും തുടർന്ന് അടുത്ത പെരുന്നാൾ നമ്മുടെ വീതമായിരുന്നു. അന്ന് കോടതി പെറ്റീഷൻ കൊടുത്ത് കോടതി പ്രൊട്ടക്ഷൻ പ്രദക്ഷിണത്തിനും എനിക്കും ശക്തമായ പ്രൊട്ടക്ഷൻ തന്നു. അവിടെ തൊട്ട് പിന്നെ കർശനമായി എല്ലാ കാര്യങ്ങളും കോടതിയും പോലീസും ആയിട്ടാണ് പള്ളിക്കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ഇതിനിടയ്ക്ക് എൻ്റെ മകൻ പ്രിൻസിൻ്റെ വിവാഹം പള്ളിയിൽ വെച്ച് നടത്താൻ ഉദ്ദേശിച്ചപ്പോൾ എൻ്റെ അളിയൻ മങ്കുടിയിൽ ജോസഫ് അച്ഛൻ വന്നതുകൊണ്ട് കുറച്ച് ചെറുപ്പക്കാർ ബഹളം ഉണ്ടാക്കി. എന്നിട്ടും വിവാഹം ഭംഗിയായിട്ട് നടത്തി. എല്ലാ കാര്യങ്ങളിലും ദൈവസഹായവും ദൈവസഹായത്തിനുള്ള പ്രാർത്ഥനയും എനിക്കുണ്ടായിരുന്നു. 2000 ആണ്ട് കഴിഞ്ഞതിന് ശേഷം 2002 1994 എനിക്ക് കോറപ്പിസ്കോപ്പ സ്ഥാനം അന്നത്തെ മെത്രാപ്പൊലീത്ത സക്കറിയമാർ അന്തോന്യോസ് തിരുമേനി തന്നു. അതിൻ്റെ ബേസിൽ അസൂയപ്പെട്ടിട്ടായിരിക്കാം തിരുമേനി ഞങ്ങളൊരു മീറ്റിംഗ് നടത്താനുള്ള ആലോചനയ്ക്ക് അച്ഛൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ നെടുവറ്റത്തിൽ അച്ഛൻ 4 പേരുണ്ടായിട്ട് ഒരാൾക്ക് തന്നെ ഈ സാധനം കൊടുത്ത് എന്താ എന്ന് തിരുമേനിയോട് ചോദിക്കുകയും തിരുമേനി അത് കൊച്ചിഭദ്രാസന വൈദിക യോഗം തീരുമാനിച്ചതല്ലേ, ഞാനല്ലോ തീരുമാനിച്ചത്, അച്ഛൻ അറിയാവുന്ന കാര്യമല്ലേ എന്ന് പറഞ്ഞു. പിന്നീട് ഒന്നും പറയാതെ ഞങ്ങൾ പോരുകയും അദ്ദേഹം അതിനെ ചൊല്ലി ഈ സ്ഥാനത്തെ ചൊല്ലി അസൂയപ്പെട്ട് മറുഭാഗത്തേക്ക് പാത്രികീസ് കക്ഷിയിലേക്ക് പോയി ചേർന്നു. അവരുടെ നിർബന്ധവും ഉണ്ടായിരുന്നു, അച്ഛൻ ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് മാനസികമായി അല്പം വിഷമം തോന്നിയെങ്കിലും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നും എൻ്റെ ദൈവമേ, ആ വീതം അച്ഛൻ്റെ അല്ലല്ലോ, സഭയുടെ അല്ലേ, അപ്പോൾ അത് തിരിച്ചു കിട്ടാൻ നീ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. 2000 ആണ്ട് പെരുന്നാളിന് 2000 ആണ്ട് പള്ളി പെരുന്നാളിന് സഭയുടെ ഓർത്തഡോക്സ് സഭയുടെ അന്നത്തെ പരമാധ്യക്ഷനായിരുന്ന പരിശുദ്ധ ബസേലിയോസ് മാത്യു സിദിയൻ കാതോലിക്ക ബാവ
കൊണ്ടുവരികയും എഴുന്നള്ളി വന്ന് പിതാവ് കുർബാനയും ചൊല്ലി പള്ളിയെയും ജനത്തെയും അനുഗ്രഹിക്കുകയും അത് നടത്തി കിട്ടിയതിൽ വളരെയധികം സന്തോഷം എനിക്കും ജോസഫ് അച്ഛനും ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് അച്ഛൻ്റെ പാത്രിക്കീസ് ഭാഗത്തേക്കുള്ള യാത്രയായിക്കൊണ്ടായി. ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ വിഷമം വരുമല്ലോ, എന്നെ തകർക്കാനും മറുഭാഗത്തേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള പരിശ്രമം ഗൂഢാലോചന നടന്നുകൊണ്ടിരുന്നെങ്കിലും എനിക്കതിലൊന്നും ഒരു ഭയവും ഉണ്ടായില്ല. എന്നെ കൊല്ലുമെന്ന് ഭീഷണി എന്നോട് നേരിട്ട് തന്നെ പറയാനും എല്ലാം ഇടവന്നിട്ടുണ്ട്. ആ വിധിക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കോടതി കർശനമായിട്ട് വിധി എഴുതി. ഒന്നാം വീതം വാദിഭാഗത്തേക്ക് ഒന്നാം ഞായറാഴ്ച വാദിഭാഗത്തേക്കും രണ്ടാം ഞായറാഴ്ച പ്രതിഭാഗത്തേക്കും മൂന്നാം ഞായറാഴ്ച വീണ്ടും വാദിഭാഗത്തേക്ക് നാലാം ഞായറാഴ്ച എന്നുള്ള വിധി ഉണ്ടായി. അപ്പോൾ ആ വിധി ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും കൊണ്ട് അന്നത്തെ പാത്രിക്കീസ് കക്ഷിക്കാരും അവരുടെ അന്മായ ട്രസ്റ്റിയും കൂടെ പറഞ്ഞു, വൈദി ഞങ്ങൾക്ക് തന്നെ ഗുണമാകുള്ളൂ, അല്ല തെറ്റായാലും പള്ളിയിൽ പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോൾ പറഞ്ഞു, ഇത് വരട്ടെ എന്നിട്ട് നോക്കാം, ഇപ്പം ഇതുകൊണ്ട് പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ എന്ന് ഞാനും പറഞ്ഞു. വിധി അനുകൂലമായിട്ടുണ്ടാകുകയും അതിൻ്റെ പകർപ്പ് അടിയന്തരമായിട്ട് കോടതിയിൽ നിന്ന് എടുക്കുകയും പോലീസ് സംഘത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന DGP രമൻ ശ്രീവാസ്തവയുടെ അടുത്ത് പോയി കാര്യങ്ങൾ കാണിക്കുകയും ഓർഡറും കാണിച്ച് അദ്ദേഹത്തിൽ നിന്ന് പോലീസ് പ്രൊട്ടക്ഷൻ ശക്തമായിട്ട് കൊടുക്കാൻ അദ്ദേഹം ഉത്തരവിടുകയും ചെയ്തു. അതനുസരിച്ച് ആ വീതം നമ്മൾ നടത്തിയെടുത്തു. അങ്ങനെ 2005 മുതൽ 2 വീതം ഉണ്ടായി. കൂടാതെ 2005 കോടതിയിലൊരു വിധി അനുകൂലമായിട്ട് വന്നപ്പോൾ അത് കോടതിക്ക് തെറ്റുപറ്റിയതാണ്. പിന്നെ ഓർത്തഡോക്സ് 2 ഇല്ല, ഞങ്ങൾ 3 വീതം പാത്രിക്കീസ് കക്ഷിക്കാണ്, അതുകൊണ്ട് ഓർത്തഡോക്സിന് 1 ഉള്ളൂ എന്ന് പറഞ്ഞ് ആ വിധിക്കെതിരെ അന്നത്തെ വികാരി ചമഞ്ഞ ഫാദർ CI ജോൺ ചാത്തോത്ത് പരാതി കൊടുത്തു. ആ പരാതി സംബന്ധിച്ച് കോടതിയുടെ തീരുമാനം വീണ്ടും ഹിയറിങ് വെക്കുകയും എനിക്ക് പരാതി ഇനി തെറ്റ് പറ്റിയിട്ടില്ല, ഈ വ്യവഹാരത്തിൽ വാദിഭാഗത്തിന് മാസത്തിൽ ആദ്യത്തെ ഞായറാഴ്ചയും രണ്ടാമത് പ്രതിഭാഗത്തിന് വീണ്ടും മൂന്നാമത് വാദിഭാഗത്തേക്കും കൂടിയാണെന്നുള്ള വിധി വന്നപ്പോൾ ആ വൈരാഗ്യത്തിൻ്റെ വെളിച്ചത്തിൽ സ്വയം ആണോ പ്രേരണാകുറ്റം കൊണ്ടാണോ എന്നെ ഇടവേല ഒരുതൻ റോഡിൽ വെച്ച് അടിക്കുകയും ഞാൻ റോഡിൽ വീഴുകയൊക്കെ ചെയ്തായിരുന്നു. വീഴുകയും ചെയ്തു. കോലഞ്ചേരി ആശുപത്രിയിൽ കിടക്കുമ്പോൾ അന്നത്തെ പരമാധികാരിയായ ദിദിമോസ് ബാബാ തിരുമേനി എഴുന്നള്ളി വന്ന് എന്നെ കണ്ടു. എനിക്ക് ആശ്വാസം പറഞ്ഞു. നിയുക്ത
ബാബാ തിരുമേനി പൗലൂസ് നിധിയൻ വന്നിരുന്നു. കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ 2 മെത്രാപ്പൊലീത്തന്മാർ മാത്യൂസ് മാർ സെവേറിയോസും തോമസ് മാർ അത്താനാസ്യൂസും വന്നു. പിന്നെ ഇടമെത്രാപ്പൊലീത്ത വന്ന് വേണ്ടതുപോലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും നടത്തുകയും എല്ലാം ചെയ്തു. ഒരു ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെറുപ്പക്കാർ വന്ന് ബഹളം വയ്ക്കുകയും പിന്നെ എന്നെ വാതിൽ പൂട്ടിയ എന്നെ അകത്തിടുകയും ചെയ്തു. അവരും അകത്തുണ്ടായിരുന്നു എന്നെ ഉപദ്രവിക്കാനുള്ള ഇതിലാണ്. എനിക്ക് ഭയം തോന്നിയില്ല. ആദ്യം അല്പം വിഷമം തോന്നി. എന്നാലും പിന്നീട് ഞാൻ വാതിൽ ശക്തമായിട്ട് തുറക്കാനായിട്ട് ചെന്നപ്പോൾ ഒരുത്തൻ എൻ്റെ അടുത്ത് വന്ന് തുറക്കാൻ പാടില്ല എന്നും പറഞ്ഞ് ബഹളം വെച്ച്, മാറിയില്ലെങ്കിൽ ഞാൻ അടിക്കുമെന്നും പറഞ്ഞ് ബഹളം വെച്ച്. അപ്പോൾ അവൻ മാറി. പിന്നെ വാതിൽ തുറന്ന് ഞാൻ പുറത്തേക്ക് പോരുകയും ചെയ്തു. കാഞ്ഞിരമറ്റം സെൻറ് ഇഗ്നേഷ്യസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഡിസംബർ 31 കൊടിയേറി ജനുവരി 1, 2 പള്ളിയുടെ വലിയ പെരുന്നാളാണ്. ആ പെരുന്നാളിന് ഒരു വർഷം ഭയങ്കരമായ ബഹളം കുർബാന ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടാകുകയും പോലീസ് വന്ന് ബഹളക്കാരെ ഇറക്കുകയും ചെയ്തു. പിന്നെ ഒരു ഞായറാഴ്ച ഞാൻ കുർബാന കഴിഞ്ഞ് വന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബഹളം ഉണ്ടാക്കി. അന്നും നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാൾക്കൻ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് പോലീസ് വന്ന് അവരെ കൊണ്ടുപോയി. ഇങ്ങനെ പലപ്പോഴും പകലും രാവും എല്ലാം ബഹളങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പ്രതിസന്ധികളെല്ലാം പരിഹരിക്കാനും മുന്നോട്ട് പോകാനും ദൈവം അവസരം തന്നു. എനിക്ക് സുഖക്കുറവ് വരുമ്പോൾ പുറമേ നിന്ന് അച്ഛന്മാർ വന്നാൽ അത് എതിർക്കും. അങ്കമാലി ഭദ്രാസനത്തിലെ ഒരച്ഛൻ ഇവിടെ വന്ന് എനിക്ക് സുഖമില്ലാതിരിക്കുമ്പോൾ ഞാൻ വീട്ടിൽ റെസ്റ്റ് ചെയ്യുകയാണ്. അച്ഛനെ പ്രവേശിപ്പിക്കാനും അതേസമയം പള്ളി ശുശ്രൂഷകനെ അവർ മാറ്റി നിർത്തിയിട്ട് ശുശ്രൂഷകനില്ലാതെ അച്ഛൻ ഒരു പ്രാവശ്യം കുർബാന ചൊല്ലിയില്ല. രണ്ടാമത്തെ വീതത്തിന് 2ാം പ്രാവശ്യം വീതത്തിന് അച്ഛൻ വന്നപ്പോൾ ശുശ്രൂഷക്കാരെ കൊണ്ടുവന്നെങ്കിലും അവർ പ്രവേശിപ്പിച്ചില്ല. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് പള്ളിയിലെത്തി. ഞാനാണ് കുർബാനയ്ക്ക് ശുശ്രൂഷ നടത്തിയത്. തൂക്കുറ്റി വീശ് എന്നെ കൊണ്ട് വീശാൻ പാടില്ല. കോറപ്പിസ്കോപ്പായാണ് അദ്ദേഹം കുർബാനയ്ക്ക് കൂടാൻ പാടില്ല എന്ന് പറഞ്ഞ് പോലീസ് അകത്ത് വന്നപ്പോൾ പിറവൻ സർക്കിളിനോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ കുർബാന എന്താണെന്ന് അറിയാത്ത അച്ഛനും ആളുകളുമായി ബഹളം വയ്ക്കണത്. കുർബാനയ്ക്ക് കൂടാ, ഫാദർ കയറി ചെയ്തോ, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നും പറഞ്ഞ് സർക്കിള് ആളുകളെ അച്ഛനെയൊക്കെ പുറത്തിറക്കി. അന്നത്തെ ശുശ്രൂഷകൻ്റെ ജോലി കുർബാനയ്ക്ക് ഞാനാണ് ധൂക്കുറ്റി വീശുവും മറ്റെല്ലാ കാര്യങ്ങളും ചെയ്തത്. കുർബാന നടന്നോ എന്ന് ചോദിച്ചു. കുർബാന നടന്നു. ഞാനാ തിരുമേനി കുർബാനയ്ക്ക് കൂടിയത് ശുശ്രൂഷകനായിട്ട്. കൺഗ്രാജുലേഷൻ എന്ന് തിരുമേനി പറഞ്ഞു. കുർബാന നടന്നല്ലോ എന്നും പറഞ്ഞു. പലപ്പോഴും റോഡിലും പള്ളിമുറ്റത്തും
ഒക്കെ കാണുമ്പോൾ എതിർപക്ഷത്തെ ചെറുപ്പക്കാർ ഭീഷണി എന്നോട് പറയാറുണ്ട്, കൊല്ലും, ഇനി തൻ്റെ കാലം കഴിഞ്ഞാൽ ഒരു ഓർത്തഡോക്സിലെ ഒരു കുപ്പായക്കാരനെ ഈ പള്ളിമുറ്റത്ത് കയറ്റില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെല്ലാം സ്തംഭിച്ചു പോയി. കേസ് അനുകൂലമായി വിധിക്കുകയും പള്ളി ഏറ്റെടുക്കുകയും ചെയ്തു. ഇപ്പോൾ 4 ആഴ്ചയും ഓർത്തഡോക്സ് ഭാഗത്തെ വൈദികൻ തന്നെയാണ് ചൊല്ലുന്നത്. ഒരു ദിവസം ശബാടൊക്കെ കഴിഞ്ഞ് ഞാനും എൻ്റെ കൊച്ചുമക്കളിൽ ഒരാളും കൂടി പോരുമ്പോൾ റോഡിൽ വെച്ച് ഇടവകയിൽ ഒരുത്തനെൻ്റെ കരണത്തടിച്ച് 2 പ്രാവശ്യം അടിച്ച് ഞാൻ വീഴുകയും ആശുപത്രി പോവുകയും ചെയ്തു. 1958 സഭ സുപ്രീം കോടതിയുടെ വിധി വന്ന് സഭ യോജിച്ച് ഒന്നായി തീർന്ന് അന്ന് പൗലൂസ് സേവേറിയോസ് തിരുമനസ് കൊണ്ട് ഇടമെത്രാപ്പോലീത്തയായിട്ടിരിക്കുകയും ഞങ്ങൾക്ക് 4 പേരെ ഷമ്മാശന്മാരായി ഇടവകയിൽ പട്ടം തരികയും ചെയ്തതാണ്. തിരുമനസിലെ കൽപ്പന പ്രകാരം ഞാൻ മലബാർ ഭദ്രാസനത്തിലേക്ക് പോയെങ്കിലും 1934 ഭരണഘടന അനുസരിച്ച് പള്ളി ഭരിച്ചോളണം, ഇനി പള്ളിക്ക് സ്വന്തമായ ഉടമ്പടിയോ ഭരണഘടനയോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വച്ചോളണമെന്നും പറഞ്ഞ് ഒരു വിശദമായ ഒരു കൽപ്പന പള്ളി തരികയും അത് 59 മുതൽ നടപ്പിൽ വരുത്തുകയും ചെയ്തതാണ്. അതിൽ മുന്നോട്ട് ഭരണം കൊണ്ടുപോകാൻ കഴിവില്ലാത്ത 3 സഹോദര വൈദികരാണ് ഇവിടെ നടത്തിയത്. തിരിച്ച് ഞാൻ വരുമ്പോൾ എനിക്ക് വളരെയേറെ വിഷമം തോന്നുകയും അതിനെതിരെയാണ് വ്യവഹാരം ആരംഭിച്ചത്. എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതിയിലുണ്ട്, ഹൈക്കോടതിയിലുണ്ട്. ആ സുപ്രീം കോടതിയിലെ വിധി തീരുമാനമായിട്ടില്ല. ഹൈക്കോടതിയുടെ വിധിച്ച് ആ വിധി കണ്ട് എൻ്റെ പള്ളിയിൽ പോയി സന്തോഷിച്ചോടെ ആരാധനയിൽ സംബന്ധിച്ച് വീട്ടിൽ വന്നിരിക്കുമ്പോൾ എനിക്ക് കഴിഞ്ഞ കാലങ്ങളിലെ സംഭവങ്ങൾ ഓരോന്ന് ഓർക്കുകയും, എന്നാൽ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായതിന് ശേഷവും ദൈവം തമ്പുരാൻ ആരോഗ്യം തന്ന് 93 വയസ്സ് വരെ പള്ളി ഭരണം നടത്താനുള്ള വികാരിയായിട്ട് നടത്താനുള്ള ഭാഗ്യം ലഭിക്കുകയും ഇടവക മെത്രാപ്പോലീത്ത, കൊച്ചി ഭദ്രാസനത്തിൻ്റെ ഇടവക മെത്രാപ്പോലീത്ത, മലങ്കര മെത്രാപ്പോലീത്ത പരിശുദ്ധ ബാവാതിരുമേനി എന്നിവരെ അറിയിച്ച് അവരുടെ അനുഗ്രഹാശിസോടുകൂടി ഞാൻ ഓഗസ്റ്റ് 30 എന്നെ റിട്ടയർ ചെയ്യുകയും ചെയ്തു. പാത്രിക്കേസ് കക്ഷിയിലേക്ക് പോയ അച്ഛനോടൊപ്പം പുളിമുട്ടിൽ അച്ഛനും കൂടി വന്നാൽ കാഞ്ഞിരമറ്റം പള്ളിയിൽ എന്ത് സ്ഥാനം വേണമെങ്കിലും അച്ഛന് തരാം, വാഗ്ദത്തം ചെയ്തിരിക്കുന്നു എന്നുള്ള മോഹന വാഗ്ദാനങ്ങൾ എതിർഭാഗത്തെ മെത്രാപ്പൊലീത്തന്മാരിൽ നിന്നും ആളുകളിൽ നിന്നും ഉണ്ടായി. പക്ഷെ 58 യോജിപ്പിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് എന്നോട് ഇനി ആ കാര്യം പറയണ്ട. ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ ഒന്നായി തീർന്നിരുന്ന സഭയിൽ ഈ കലഹം സൃഷ്ടിക്കാൻ 58 ശേഷവും എതിർഭാഗത്ത് നിന്ന് സ്ഥാനികൾ ആണ് ഈ യോജിച്ച സഭയുടെ 2 വേർതിരിവുണ്ടാക്കിയതും ഈ കലഹങ്ങൾ
ഉണ്ടാക്കിയത്. അത് നിമിത്തം 4 പേര് കൊല്ലപ്പെട്ടു. അതിനു മുമ്പ് കൊല്ലപ്പെട്ടു. സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് 58 വിധി, 95 വിധി, 2017 അവസാനത്തെ വിധി വന്നപ്പോൾ ആ വിധിയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ക്രിസ്തുവിലാണ് വിശ്വാസം എങ്കിലും പാത്രിക്കീസിൻ്റെയും കാതോലിക്കായുടെയും പേര് പറഞ്ഞ് എന്തിന് ഈ സഭയിൽ ഈ കലഹം ഉണ്ടാക്കുന്നു എന്ന ഒരു ചോദ്യം എന്നെ വളരെയേറെ ചിന്തിപ്പിച്ച ഒരു സംഗതിയാണ്. ഞാൻ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി ആയിരിക്കുമ്പോൾ കോലഞ്ചേരിയിൽ വെച്ച് കൂടിയ ഒരു മാനേജിംഗ് കമ്മിറ്റിയിൽ ഉച്ചഭക്ഷണത്തിനും വിശ്രമത്തിനും വേണ്ടി ഇരുന്നപ്പോൾ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരാൾ എന്നോട് അച്ഛൻ്റെ വീട് എവിടെയാ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാഞ്ഞിരമറ്റം സെന്റ് ഇഗ്നേഷ്യസ് പള്ളി ഇടവകയിലെ വൈദികനും വികാരിയാണ്. എൻ്റെ പേര് പുളിമൂട്ടിൽ മാത്യൂസ് കത്തന. എനിക്ക് കേട്ടിട്ടുണ്ട്, എന്നോട് മാത്യൂസ് ദിയൻ ബാവ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഒരു നോട്ടപ്പുള്ളിയായിട്ട് എതിർഭാഗത്തിൻ്റെ വീക്ഷണത്തിൽ കഴിയുവാണ്. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം, അതൊന്നും സാരയില്ല, നമ്മൾ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി ചേട്ടാ എന്ന് പറഞ്ഞു. പക്ഷേ ഒരാഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തി എതിർഭാഗം കൊട്ടേഷൻ തക്കൻ കൊണ്ട് എന്ന് പേപ്പറിലൂടെ വായിക്കാനിടയായപ്പോൾ വലിയ സങ്കടം തോന്നുകയും ഞാൻ ആ മൃതശരീരം പോയി കാണുകയും അതിൽ സംബന്ധിക്കുകയും ചെയ്തു. അതുപോലെ അത് മലങ്കര വർഗീസ് എന്ന എന്നോട് സംസാരിച്ച സഹോദരൻ ആയിരുന്നു. പിന്നെ വട്ടശ്ശേരി വർഗീസ് ദീവന്നാസൂർ തിരുമനസിലെ അംഗരക്ഷകനായ ആനപ്പാപ്പി, പെരുമ്പാവൂരിൽ നിന്നുള്ള ഓനാങ്കുഞ്ഞ്, അങ്ങനെ പലരെയും കൊലപ്പെടുത്തിയ ഒരു എതിർകക്ഷിയാണ്. ഇവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നുവെന്ന് ചോദിച്ചാൽ, ഒന്നാമത് സ്ഥാനമോഹം, അതാണ് അവരെ ഇതിനെ പ്രേരിപ്പിക്കുന്നതെന്നുള്ള സത്യം തിരിച്ചറിയാത്ത ജനമാണ്, പാവപ്പെട്ട ജനമാണ് അന്ത്യോക്യ പാത്രിക്കീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബഹളം ഉണ്ടാക്കുന്നത്. പാത്രിക്കീസിന് തുല്യമായ അധികാരവും പദവിയും തന്നെയാണ് ബസേലിയോസ് കാതോലിക്കമാർക്ക് പൗരസ്ത്യ സഭയുടെ പരമാധ്യക്ഷന്മാർ അവരാണെന്നുള്ളത് കാനൂനിലും ചരിത്രത്തിലും, പ്രത്യേകിച്ച് അങ്കമാലി ഭദ്രാസനത്തിൽപ്പെട്ട നെടുന്തള്ളിൽ ഗീവർഗീസ് കത്തനാർ എഴുതിയ പുസ്തകം വായിച്ചാൽ അവരാരും ഈ ബഹളത്തിന് പോകില്ല, ഓർത്തഡോക്സിൽ ഉറച്ചു നിൽക്കും എന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? യേശുക്രിസ്തുവിനെ ആർക്കും വേണ്ട, അതാണ് സഭയുടെ നില. പിന്നെ ഇതിലെല്ലാം വളരെയേറെ കള്ളത്തരങ്ങളും സ്ഥാനമോഹങ്ങളും കൊണ്ട് എന്തെല്ലാം ചെയ്യുന്നു എന്ന് അവർക്ക് തന്നെയും അറിയില്ല. തിരിച്ചടി ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നൊരവസരത്തിൽ ഉണ്ടാകുമെന്നുള്ളതും മറന്നു പോവുകയാണ്. 2017 ഉണ്ടായ ഈ സുപ്രീം കോടതി വിധി, അന്തിമ വിധി, ഇത്രയും ഒരു നല്ല വിധി ലഭിക്കാനുണ്ടായ കാരണം
ബസേലിയോസ് ഗീവർഗീസ് ദിയൻ ബാബ അയാളുടെ കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥന, രാത്രിയിലെ പ്രാർത്ഥനയും ജീവൻ സഭയ്ക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയ 3-4 പേരുടെ ആത്മാക്കളുടെ പ്രാർത്ഥനയും അവരുടെ ആത്മാക്കളുടെ നിലവിളിയും രക്തം വാർന്നതിൻ്റെയും ഫലവും ആണ് എന്ന് ഈ സഭയ്ക്ക് കിട്ടിയേക്കുന്ന ഭാഗ്യം എന്ന് അങ്ങനെ അനേകം പിതാക്കന്മാരുടെ കണ്ണുനീരുകളും കഷ്ടപ്പാടുകളും ഈ സഭയ്ക്ക് ഒരു നല്ല നിലയിൽ കൊണ്ടുപോകാൻ തക്കവണ്ണം ഇനിയൊരു വ്യവഹാരത്തിന് അവസരം ഇല്ലാത്ത നിലയിൽ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ വിധിയിൽ സന്തോഷിക്കുകയും ഞാനും അവരോടൊപ്പം ദൈവത്തെ പുകഴ്ത്തിയും ദൈവത്തെ ആശ്രയിച്ചും പ്രാർത്ഥിച്ചും അവരോടൊപ്പം ചേരുന്നു. സഭ നല്ല നിലയിൽ വരട്ടെ. പിതാക്കന്മാരെ, ഭരണകർത്താക്കളായ പിതാക്കന്മാരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.